സ്വാഗതം ടോപ് 10ലേക്ക്. പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഒന്നും നമ്മൾ മലയാളികൾക്ക് അത്ര പുതിയ സംഭവമൊന്നുമല്ല. വൈകിട്ട് 6 മുതൽ രാത്രി 10 മണി വരെയുള്ള ആ സമയത്ത്, അതായത് ഈ വൈദ്യുതി ഉപഭോഗത്തിൻ്റെ പീക്ക് ടൈം, ഏതെങ്കിലും ഒരു അരമണിക്കൂർ റൗണ്ട് ഓഫ് ക്ലോക്കായി കണക്കാക്കി കറണ്ട് അങ്ങ് പോകും. 6 മുതൽ 6:30 വരെ, അല്ലെങ്കിൽ 6:30 മുതൽ 7 വരെ, അങ്ങനെ ഒരാഴ്ച. അടുത്ത ആഴ്ച വീണ്ടും ഈ സമയം തൊട്ടടുത്ത അരമണിക്കൂറിലേക്ക് മാറുകയാണ്. ഈ കൃത്യസമയത്തുള്ള കട്ടായതുകൊണ്ട് തന്നെ വൈകിട്ടുള്ള പല കാര്യങ്ങളും നമ്മളൊക്കെ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാറുമൊക്കെ ഉണ്ട്. എല്ലാ കാര്യങ്ങളൊക്കെ അതനുസരിച്ചൊന്ന് സെറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ 10 വർഷം പവർ കട്ട് ഉണ്ടായിരുന്നുമില്ല. എന്നാൽ അത് ഈ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയുന്നത് പോലെ LDF മാറി UDF വന്നതുകൊണ്ടാണെന്ന വാദമൊന്നും എനിക്കില്ല. നിങ്ങൾക്കും ആ അഭിപ്രായം ഉണ്ടാകാൻ വഴിയില്ല. കാരണം സർക്കാർ ഏതാണ് എന്ന് നോക്കിയല്ലോ ഈ മഴ പെയ്യുന്നതും കാലവർഷം വരുന്നതുമൊക്കെ. വൈദ്യുതി നിയന്ത്രണത്തിന് മന്ത്രി പറയുന്ന വാദങ്ങൾ ഞങ്ങൾ സാധാരണക്കാർക്ക് നന്നായിട്ട് തന്നെ മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഒരു വ്യവസ്ഥയും വെള്ളിയാഴ്ചയും ഇല്ലാതെ ഇങ്ങനെ തോന്നിയതുപോലെ 2ഉം 3ഉം തവണയൊക്കെ ഫ്യൂസ് ഊരുന്നത് കുറച്ചൊന്നുമല്ല രോഗികളടക്കമുള്ള ജനങ്ങളെ വലയ്ക്കുന്നത്. പ്രിയപ്പെട്ട വൈദ്യുതി മന്ത്രിക്ക് മുന്നിൽ ഈ ബുദ്ധിമുട്ട് ഞങ്ങൾ പങ്കുവയ്ക്കുകയാണ്. പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ. നോക്കാം ടോപ് 10 ഹെഡ്ലൈൻസ്. ആസൂത്രണ ബോർഡ് നിയമനത്തിലെ മുഴുവൻ രേഖകളും വിദ്യാർത്ഥികൾക്ക് നൽകണമെന്ന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് തള്ളി PSC. എഴുത്തു പരീക്ഷയുടെയും അഭിമുഖത്തിന്റെയും മാർക്കുകൾ വെളിപ്പെടുത്താനാകില്ലെന്ന് മറുപടി. വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിനെതിരെ PSC അപ്പീൽ നൽകും. PSC ആസ്ഥാനത്തെത്തി നിയമന രേഖകൾ പരിശോധിച്ച് ക്രൈംബ്രാഞ്ച്. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം തുടരും. പ്രതിസന്ധി എപ്പോൾ പരിഹരിക്കുമെന്ന് പറയാൻ കഴിയില്ലെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഉപഭോഗം കുത്തനെ കൂടിയതും കേന്ദ്രവിഹിതം കുറഞ്ഞതും തിരിച്ചടിയായി. ഹ്രസ്വകാല കരാറിൽ കൂടിയ വിലയിൽ വൈദ്യുതി വാങ്ങാൻ ശ്രമം. നിയന്ത്രണങ്ങളോട് ജനങ്ങൾ സഹകരിക്കണമെന്ന് മന്ത്രി. UDF വന്നതോടെ സംസ്ഥാനത്ത് പവർ കട്ടെന്ന് ബിനോയ് വിശ്വം. കൂടംകുളത്തെ ആണവ സുരക്ഷയെ ബാധിക്കുന്ന രീതിയിൽ ഡാറ്റ ചോർച്ചയുണ്ടായിട്ടില്ലെന്ന് ആണവോർജ്ജ കോർപ്പറേഷൻ. ഡാർക്ക് വെബിൽ പ്രത്യക്ഷപ്പെട്ട രേഖകൾ പ്ലാന്റിന്റെ പൊതുസേവന സൗകര്യങ്ങളെന്ന് വിശദീകരണം. ചോർന്നത് അനുബന്ധ സൗകര്യങ്ങളുള്ള കരാറുള്ള റിലയൻസിൽ നിന്ന് മാത്രമെന്നും NPCIL. മ്യാൻമർ തീരത്ത് 2 ബോട്ടുകൾ മുങ്ങി 500-ലേറെ പേർ മരിച്ചുവെന്ന് ഐക്യരാഷ്ട്രസഭയുടെ വെളിപ്പെടുത്തൽ. അപകടത്തിൽപ്പെട്ടത് വിവിധ രാജ്യങ്ങളിലേക്ക് അഭയം തേടി യാത്ര തിരിച്ചവർ, കൂടുതലും സ്ത്രീകളും കുട്ടികളും. മരണസംഖ്യ ഉയർന്നേക്കാമെന്നും UN. തിരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പിൽ പ്രതിരോധത്തിലായി BJP സംസ്ഥാന നേതൃത്വം. 140 മണ്ഡലങ്ങളിലെയും ഫണ്ട് വിനിയോഗത്തിൽ സ്പെഷ്യൽ ഓഡിറ്റ് തുടങ്ങി BJP. പരിശോധന കേന്ദ്ര നിർദ്ദേശപ്രകാരം സമഗ്ര അന്വേഷണം നടത്തും. ശനിയാഴ്ചത്തെ കോർ കമ്മിറ്റിയിൽ ചർച്ചയായേക്കും. അനധികൃത നുഴഞ്ഞുകയറ്റത്തിലും തീവ്രവാദ ഫണ്ടിങ്ങിലും രാജ്യത്ത് 13ഇടങ്ങളിൽ EDയുടെ പരിശോധന. ചില ട്രസ്റ്റുകളും സ്ഥാപനങ്ങളും വിദേശ ഫണ്ട് ദുരുപയോഗം ചെയ്തതായി അധികൃതർ. റോഹിംഗ്യ ബംഗ്ലാദേശി പൗരന്മാരെ അനധികൃതമായി ഇന്ത്യയിൽ എത്തിച്ചുവെന്നും കണ്ടെത്തൽ. നിരവധി ഡിജിറ്റൽ ഉപകരണങ്ങളും രേഖകളും പിടിച്ചെടുത്തു. വ്യാജരേഖ ചമച്ച് അവയവ കച്ചവടം നടത്തിയതിൽ കൊച്ചി ലേക്ക് ഷോർ ആശുപത്രിക്കെതിരെ കൂടുതൽ തെളിവുകൾ പുറത്ത്. സംഘർഷഭരിതമായി തന്നെ തുടർന്ന് പശ്ചിമേഷ്യ. തുടർച്ചയായ 5ാം ദിവസവും ഇറാനെ ആക്രമിച്ച അമേരിക്ക. തിരിച്ചടിച്ചുവെന്ന് ഇറാൻ. ബഹ്റൈനിലും കുവൈറ്റിലും ജോർദാനിലും ആക്രമണം. ചർച്ചകളിലേക്ക് ഇറാൻ മടങ്ങി വരണമെന്ന് ഡൊണാൾഡ് ട്രംപ്. നിലനിൽപ്പിന്റെ യുദ്ധമെന്ന് ഇറാൻ നേതാവ് മുഹമ്മദ് ബാഗർ ഗാലിബാഫ്. ഇന്ന് പുറപ്പെടേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളുടെ സമയം മാറ്റി. കൊച്ചി ദോഹ വിമാനം നാളെ പുറപ്പെടും. തീരുമാനം ഗൾഫ് സംഘർഷത്തെ തുടർന്ന്. ലോകകപ്പ് കിരീട പോരാട്ടത്തിന് അർജന്റീനയും സ്പെയിനും. മത്സരം ഞായറാഴ്ച രാത്രി 12:30. സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചത് 2-1. ലൂസേഴ്സ് ഫൈനലിൽ ഫ്രാൻസ് ഇംഗ്ലണ്ട് പോരാട്ടം മറ്റന്നാൾ രാത്രി 2:30. വിജയാഘോഷത്തിൽ അർജന്റീനയുടെ താരങ്ങൾ രാഷ്ട്രീയ ബാനർ ഉയർത്തിയതിൽ വിവാദം. മുസ്ലിം ലീഗ് മന്ത്രിമാർ പാർട്ടിയെ അവഗണിക്കുന്നുവെന്ന പരാതിക്കിടെ യോഗം വിളിച്ച നേതൃത്വം. യോഗം നാളെ രാവിലെ 9 മണിക്ക് പാണക്കാട്. സ്റ്റാഫ് നിയമനവും PM ശ്രീയും ചർച്ചയാകും. ഗവൺമെന്റ് ലീഡർമാരുടെ നിയമനത്തിൽ
കോൺഗ്രസിനുള്ളിൽ തർക്കമുറുകുന്നു. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ശൈലിയിലും ഗ്രൂപ്പ് തിരിഞ്ഞു പോര്. സ്റ്റോറി ഓഫ് ദി ഡേ: ഗ്യാസ് പ്രതിസന്ധിയിലും കെടാത്ത ഒരു അടുപ്പ്. PSCയുടെ കള്ളക്കളി പൊളിക്കാൻ ക്രൈംബ്രാഞ്ചും വിവരാവകാശ കമ്മീഷനും അടക്കം പെടാപ്പാട് പെടുകയാണ്. ആസൂത്രണ ബോർഡ് നിയമനത്തിലെ മുഴുവൻ രേഖകളും വിദ്യാർത്ഥികൾക്ക് നൽകണമെന്ന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് PSC തള്ളി. എഴുത്തുപരീക്ഷയുടെയും അഭിമുഖത്തിന്റെയും മാർക്കുകൾ വെളിപ്പെടുത്താനാകില്ലെന്നാണ് ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടിയ മറുപടി. എന്തായാലും വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിനെതിരെ PSC അപ്പീൽ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. തൊട്ട് പിന്നാലെ വരുന്നു ക്രൈംബ്രാഞ്ചിന്റെ പരിശോധന. PSC ആസ്ഥാനത്തെത്തിയാണ് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചത് മുതൽ അഡ്വൈസ് മെമ്മോ നൽകിയതുവരെയുള്ള എല്ലാ രേഖകളും PSC ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ തന്നെ പരിശോധിച്ചത്. ആസൂത്രണ ബോർഡ് നിയമനം ഉൾപ്പെടെ ആരോപണമുയർന്ന എല്ലാ പരീക്ഷകളിലും ക്രമക്കേടുകൾ വിശദമായി അന്വേഷിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു ക്രൈംബ്രാഞ്ച് സംഘം. ഇതിന്റെ ഭാഗമായി PSC ആസ്ഥാനത്ത് അന്വേഷണ സംഘം എത്തി രേഖകൾ പരിശോധിച്ചു. നിയമന പ്രക്രിയയുമായി ബന്ധപ്പെട്ട നിർണായക രേഖകളാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ പരിശോധിക്കുന്നത്. ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചതു മുതൽ അഡ്വൈസ് മെമ്മോ നൽകിയതുവരെയുള്ള എല്ലാ രേഖകളും പരിശോധിക്കുന്നു. ഇതിനിടെ ആസൂത്രണ ബോർഡ് നിയമനത്തിലെ മുഴുവൻ രേഖകളും അപേക്ഷ നൽകിയ ഉദ്യോഗാർത്ഥികൾക്ക് നൽകണമെന്ന വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് PSC തള്ളി. ഉദ്യോഗാർത്ഥികളുടെ ഉത്തരക്കടലാസും അഭിമുഖത്തിൽ ലഭിച്ച മാർക്കും ഉടൻ പുറത്തുവിടണമെന്നാണ് വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ പരീക്ഷാ രേഖകൾ നൽകാനാകില്ല എന്ന് അപേക്ഷ നൽകിയ ഉദ്യോഗാർത്ഥികളെ PSC അറിയിച്ചിരിക്കുന്നു. വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിനെതിരെ അപ്പീൽ നൽകാനുള്ള ഒരുക്കത്തിലാണ് PSC. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കാലവർഷം ചതിച്ചതോടെ വലിയ വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം നീങ്ങുകയാണ്. മഴ കുറഞ്ഞതോടെ ഡാമുകളിൽ ആവശ്യത്തിന് വെള്ളമില്ലാത്ത സ്ഥിതി. ആഭ്യന്തര വൈദ്യുതോൽപാദനം പൂർണ്ണമായും താറുമാറായി. നിലവിൽ ലോഡ് ഷെഡിങ്ങിലേക്ക് മടങ്ങേണ്ട സാഹചര്യമെന്നാണ് മന്ത്രി സണ്ണി ജോസഫ് വ്യക്തമാകുന്നത്. എന്തായാലും ജലവൈദ്യുത പദ്ധതികളെ ആശ്രയിച്ചു മാത്രം മുന്നോട്ടു പോകാൻ കഴിയില്ല എന്ന അവസ്ഥയിലാണ് സംസ്ഥാനം ഇപ്പോൾ. ഹ്രസ്വകാല കരാറിൽ കൂടിയ വിലയിൽ വൈദ്യുതി വാങ്ങാനുള്ള ശ്രമം ഒരു വശത്ത് നടക്കുന്നുണ്ട്. പക്ഷേ ഈ നിയന്ത്രണങ്ങളോടെല്ലാം ജനങ്ങൾ സഹകരിക്കണമെന്ന വൈദ്യുതി മന്ത്രി അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഒപ്പം ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ചീമേനി പദ്ധതി സജീവമാക്കുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതിനിടെ UDF വന്നതോടെയാണ് സംസ്ഥാനത്ത് പവർ കട്ടെന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ കണ്ടെത്തൽ. സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കുത്തനെ കൂടിയെന്ന് കണക്കുകൾ നിരത്തിയാണ് KSEB അധികൃതരും വൈദ്യുതി മന്ത്രിയും വ്യക്തമാക്കുന്നത്. നിലവിൽ വൈദ്യുതി ഉപഭോഗത്തിൽ 1000 മെഗാവാട്ടിന്റെ വർധനവുണ്ടായിട്ടുണ്ട്. കടുത്ത ചൂടും മഴയുടെ കുറവും ഉൽപാദനത്തിലുണ്ടായ ഇടിവും പ്രതിസന്ധിക്ക് കാരണമായി. നമ്മളുടെ കാലാവസ്ഥയിൽ വന്ന വലിയ വ്യതിയാനമാണ് അതിന്റെ കാരണം. എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ വർഷം നമുക്ക് ആവശ്യമായിരുന്നത് 3500 മുതൽ 3600 വരെ മെഗാവാട്ട് വൈദ്യുതി ആയിരുന്നെങ്കിൽ ഇപ്രാവശ്യം അത് 1000-ലധികം മെഗാവാട്ട്, 4600 മുതൽ 4800 വരെ മെഗാവാട്ടായിട്ട് വൈദ്യുതിയുടെ ഉപയോഗത്തിൽ വർധന വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളുടെ ജലസംഭരണികളിലെ ജലനിരപ്പ് 60% ആയിരുന്നെങ്കിൽ ഇപ്രാവശ്യം അത് പകുതിയിൽ താഴെ 28% കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഉൽപ്പാദനത്തിലെ വലിയ കുറവ്, ഉപഭോഗത്തിലെ വലിയ വർധനവ്, ഇതാണ് പ്രതിസന്ധിയുടെ കാരണം. മുമ്പ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കടം വാങ്ങിയ വൈദ്യുതി തിരിച്ചു നൽകേണ്ട സമയമാണിത്. ഉൽപാദനക്കുറവ് മൂലം അതിനും തടസ്സം നേരിടുന്നുണ്ട്. കടുത്ത പ്രതിസന്ധിക്ക് പരിഹാരമായി കാസർഗോഡ് ചീമേനിയിൽ നിർദ്ദിഷ്ട ആണവ നിലയം സ്ഥാപിക്കുന്ന കാര്യം പരിഗണിക്കാമെന്നും വൈദ്യുതി മന്ത്രി ചൂണ്ടിക്കാട്ടി. സമവായ ചർച്ചകൾക്ക് സർക്കാർ തന്നെ മുൻകൈയെടുക്കും. എല്ലാ കക്ഷികളുമായും കൂടിയാലോചന നടത്തി മാത്രമേ പദ്ധതി നടപ്പാക്കൂ എന്നും വൈദ്യുതി മന്ത്രി വ്യക്തമാക്കി. അതേസമയം സംസ്ഥാനത്ത് തുടർച്ചയായി ഉണ്ടാകുന്ന വൈദ്യുതി നിയന്ത്രണത്തിൽ കടുത്ത വിമർശനവുമായി CPI രംഗത്ത് വന്നു. UDF ഇരുട്ടിനെ വരവേൽക്കുന്നു എന്നാണ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പരിഹസിച്ചത്. LDF പോയി, UDF വന്നു, പവർ കട്ടും വന്നു എന്ന് പറഞ്ഞാൽ UDF എന്നാൽ പവർ കട്ട് എന്നാണ്. UDF എന്നാൽ വെളിച്ചത്തെ അകറ്റുന്നുവെന്നാണ്. UDF എന്നാൽ ഇരുട്ടിനെ വരവേൽക്കുന്നുവെന്നാണ്. അതാണ് രാഷ്ട്രീയം. LDF രാഷ്ട്രീയം വെളിച്ചമാണെങ്കിൽ UDF രാഷ്ട്രീയം ഇരുട്ടാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വൈദ്യുതി പ്രതിസന്ധി സർക്കാരിന്റെ തട്ടിപ്പെന്നാണ് മുൻ വൈദ്യുതി മന്ത്രി MM മണിയുടെ കണ്ടെത്തൽ. ഇല്ലാത്ത പ്രതിസന്ധി ഉണ്ടാക്കി സ്വകാര്യ മേഖലയ്ക്ക് കടന്നുവരാനുള്ള അവസരമൊരുക്കുന്നു. മുൻപും മഴയിൽ കുറവുണ്ടായത് വൈദ്യുതി ഉൽപ്പാദനത്തെ ബാധിച്ചിട്ടുണ്ട്. പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങിയാണ് അന്ന് ആ ഒരു പ്രശ്നം പരിഹരിച്ചത്. ഇതിന് തയ്യാറാകാതെ സർക്കാർ കൃത്രിമ പ്രതിസന്ധി ഉണ്ടാക്കുന്നുവെന്നാണ് മണിയുടെ കണ്ടെത്തൽ. വി.ഡി. സതീശനും വൈദ്യുതി മന്ത്രിയും പണം തട്ടാനുള്ള വഴിയൊരുക്കുകയാണ്. ഇതിന് പിന്നിൽ വലിയ അഴിമതിയുണ്ടെന്ന് സംശയിക്കുന്നുവെന്നും MM മണി ഇടുക്കി ചെറുതോണിയിൽ പറഞ്ഞു.
ഉള്ളത് ഉപയോഗിക്കുക ഫലപ്രദമായി, രണ്ടാമത് പോരാത്തത് വാങ്ങുക. കിട്ടാനുണ്ട് ഇഷ്ടം പോലെ, വില കൊടുത്താൽ മതി. അത് വാങ്ങാതെ ഒരുമാതിരി തട്ടിപ്പാണ് സതീശനും കൂട്ടരും കൂടി ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സതീശനും കൂട്ടുകാതെ വൈദ്യുതി മന്ത്രിയത്, പക്ഷേ മുഖ്യമന്ത്രിയല്ലേ നിലപാടെടുക്കേണ്ടത്. വൈദ്യുതി മന്ത്രിയെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അയാൾ അങ്ങനെ സർവ്വസാധാരണമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇങ്ങനെ നിലപാടെടുക്കുന്ന കൃത്രിമ കട്ടുണ്ടാക്കി പിന്നെ സ്വകാര്യ മേഖലയ്ക്ക് സമ്പത്തുണ്ടാക്കാൻ സ്വകാര്യ സ്ഥാപനങ്ങളും വൈദ്യുതി മേടിക്കും. എന്നിട്ട് ഇഷ്ടം പോലെ ജനങ്ങളെ കൊള്ളയടിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് സതീശനും UDF എന്നാണ് അത് സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത്. അല്ല വേറെ പണിയൊന്നുമില്ല, തട്ടിപ്പാണ്. തട്ടിപ്പ് വേറെന്താ? ഇവർ ഏത് കാര്യത്തിലാണ് മെച്ചം? തമിഴ്നാട്ടിലെ കൂടംകുളം ആണവ നിലയവുമായി ബന്ധപ്പെട്ട രേഖകൾ ചോർന്ന് ഡാർക്ക് വെബിലെത്തിയ സംഭവത്തിൽ ആശങ്ക വേണ്ടെന്ന് ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ചോർന്ന രേഖകൾ ആണവ റിയാക്ടറുകളുടെ പ്രധാന സുരക്ഷാ സംവിധാനങ്ങളുമായോ അല്ലെങ്കിൽ ആണവ സുരക്ഷയുമായോ ബന്ധപ്പെട്ടതല്ല. ആ വിവരങ്ങളെല്ലാം സുരക്ഷിതമാണ് എന്നും അധികൃതർ പറയുകയാണ്. ആണവ നിലയത്തിന്റെ അനുബന്ധ സൗകര്യങ്ങളുടെ കരാറുള്ള റിലയൻസിൽ നിന്ന് മാത്രമാണ് ഡേറ്റ ചോർന്നത്. ഡാർക്ക് വെബിൽ പ്രത്യക്ഷപ്പെട്ട രേഖകൾ പ്ലാന്റിന്റെ പൊതുസേവന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് വിവരങ്ങൾ മാത്രമാണെന്നും ആണവ സുരക്ഷാ സംവിധാനങ്ങൾ, റിയാക്ടർ നിയന്ത്രണ സംവിധാനങ്ങൾ, സുരക്ഷാ പ്രോട്ടോകോളുകൾ എന്നിവയുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അറിയിച്ചു. ആണവ നിലയത്തിലെ 3ഉം 4ഉം യൂണിറ്റുകളുടെ ചില അടിസ്ഥാന സൗകര്യ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ പങ്കാളിയായിരുന്നു. റിലയൻസ് ഗ്രൂപ്പിന്റെ വിശദീകരണമനുസരിച്ച് മൂന്നാം കക്ഷി ഡേറ്റാ സെന്റർ സേവനദാതാവായ യോട്ട ഡേറ്റാ സർവീസസ് ഹോസ്റ്റ് ചെയ്ത സെർവറിലാണ് ആക്രമണമുണ്ടായത്. സെർവറിൽ സംശയാസ്പദമായ പ്രവർത്തനം കണ്ടെത്തിയ ഉടൻ തന്നെ അവ തടഞ്ഞതായി കമ്പനി അറിയിച്ചു. അതേസമയം ഡാർക്ക് വെബിൽ ലഭ്യമായ 2016-നും 2025-നും ഇടയിലുള്ള രേഖകളിൽ ബ്ലൂ പ്രിന്റുകൾ, വിതരണക്കാരുടെ വിവരങ്ങൾ, യോഗങ്ങളുടെയും പരിശോധനകളുടെയും റെക്കോർഡുകൾ, ഉപകരണങ്ങളുടെ അവലോകനങ്ങൾ, ഇൻഷുറൻസ് പോളിസികൾ എന്നിവ ഉൾപ്പെടുന്നു എന്നാണ് വിവരം. വേൾഡ് ലീക്സ് വെബ്സൈറ്റിൽ ലഭ്യമായ ആകെ 8,58,000 റിലയൻസ് ഫയലുകളിൽ ഏറ്റവും സുപ്രധാനമായ വിവരങ്ങൾ അടങ്ങിയവയാണ് കൂടംകുളവുമായി ബന്ധപ്പെട്ട 19,000 ഫയലുകൾ. റിലയൻസിന്റെ ഉപകമ്പനിയായ റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ കൂടംകുളം നിലയത്തിന്റെ 3-4 യൂണിറ്റുകളുടെ രൂപകൽപ്പനയ്ക്കും നിർമ്മാണത്തിനുമുള്ള കരാർ 2018-ൽ സ്വന്തമാക്കിയിരുന്നു. നിലവിൽ നിർമ്മാണത്തിലിരിക്കുന്ന ഈ 2 യൂണിറ്റുകളും 2027ഓടെ പ്രവർത്തനക്ഷമമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവ രണ്ടും കൂടി ആകെ 2000 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളവയാണ്. ന്യൂസ് ഡെസ്ക്, അമൃത TV. മ്യാൻമർ തീരത്ത് അഭയാർത്ഥികളുമായി പോയ ബോട്ടുകൾ മുങ്ങി 500-ലധികം പേർ മരിച്ചതായി റിപ്പോർട്ട്. റോഹിംഗ്യൻ അഭയാർത്ഥികൾ സഞ്ചരിച്ച 2 ബോട്ടുകളാണ് മറിഞ്ഞത്. ഈ സംഭവം നടക്കുന്നത് ജൂൺ മാസം അവസാനമാണ്. സംഭവത്തിൻ്റെ കൃത്യമായ വിവരങ്ങൾ അല്ലെങ്കിൽ മരണസംഖ്യ ഇതൊന്നും പുറത്ത് വന്നിട്ടില്ല. പക്ഷേ മരണസംഖ്യ കൂടിയേക്കും, ഈ 500-ലും കൂടിയേക്കും എന്ന് തന്നെയാണ് ഐക്യരാഷ്ട്രസഭ പുറത്തുവിടുന്ന വിവരം. മ്യാൻമാറിലെ റാഖോം സംസ്ഥാനത്തു നിന്നും പുറപ്പെട്ട റോഹിംഗ്യൻ അഭയാർത്ഥികളുടെ 2 ബോട്ടുകളാണ് അപകടത്തിൽപ്പെട്ടത്. ഐക്യരാഷ്ട്ര സംഘടനാ ഏജൻസികൾ നൽകുന്ന വിവരമനുസരിച്ച് യാത്ര പുറപ്പെട്ട് തൊട്ടു പിന്നാലെ 250ഓളം ആളുകളുമായി പോയ ഒരു ബോട്ടുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു. ജൂലൈ 8-ന് മ്യാൻമാറിന്റെ അയ്യാരവതി തീരത്തിന് സമീപം 280 പേരുമായി സഞ്ചരിച്ച 2ാമത്തെ ബോട്ട് മുങ്ങിയതായും കണക്കാക്കുന്നു. വൻതോതിലുള്ള ജീവഹാനി സംഭവിച്ചിരിക്കാമെന്നും അതീവ ആശങ്കയിലാണെന്നും ഐക്യരാഷ്ട്ര സംഘടന അറിയിച്ചു. സാധാരണയായി കടൽ യാത്രയ്ക്ക് അനുയോജ്യമല്ലാത്ത അപകട സാധ്യത നിറഞ്ഞ കാലാവസ്ഥയിലാണ് ബോട്ടുകൾ യാത്ര തിരിച്ചതെന്ന് UN ഏജൻസികൾ ചൂണ്ടിക്കാട്ടി. ഇത് അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. മ്യാൻമറിൽ നിന്നും സുരക്ഷിത താവളങ്ങൾ തേടി യാത്ര തിരിച്ചവരാണ് അപകടത്തിൽപ്പെട്ടത്. ഈ വർഷം മാത്രം റോഹിംഗ്യൻ അഭയാർത്ഥികളും ബംഗ്ലാദേശ് പൗരന്മാരും ഉൾപ്പെടെ 300ഓളം പേർ ആൻഡമാൻ കടലിലും ബംഗാൾ ഉൾക്കടലിലുമായി കാണാതാവുകയോ മരിക്കുകയോ ചെയ്തിട്ടുണ്ടെന്ന് UN ഏജൻസികൾ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ നവംബറിലും തായ്ലൻഡ് മലേഷ്യ അതിർത്തിക്ക് സമീപമുള്ള ലങ്കാവിയിൽ റോഹിംഗ്യൻ അഭയാർത്ഥികളുമായി പോയ ബോട്ട് മുങ്ങിയിരുന്നു. ന്യൂസ് ഡെസ്ക്, അമൃത TV. തിരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പിൽ പ്രതിരോധത്തിലായി BJP സംസ്ഥാന നേതൃത്വം. 140 മണ്ഡലങ്ങളിലെയും തിരഞ്ഞെടുപ്പ് ഫണ്ട് വിനിയോഗത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ ആവശ്യം. അടുത്ത ദിവസം ചേരുന്ന കോർ കമ്മിറ്റി യോഗം ഇക്കാര്യം ചർച്ച ചെയ്യും.
നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രചാരണത്തിനായി കേന്ദ്രം നൽകിയ ഫണ്ടിൽ സംസ്ഥാന തലത്തിൽ വ്യാപകമായ വെട്ടിപ്പ് നടത്തിയതായാണ് ഓഡിറ്റ് വിഭാഗത്തിന്റെ കണ്ടെത്തൽ. മണ്ഡലങ്ങളിൽ നൽകിയ തുകയാണ് നേതാക്കൾ തന്നെ തട്ടിയെടുത്തത്. 140 മണ്ഡലങ്ങളിലെയും ഫണ്ട് വിനിയോഗത്തിൽ സമഗ്രമായ പരിശോധന നടത്തണമെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെടുന്നത്. കേന്ദ്ര നേതാക്കൾക്കും പ്രചാരണത്തിനും വാഹനങ്ങൾ വാടകയ്ക്ക് നൽകിയതിലും ഹോട്ടലുകളിൽ മുറി ബുക്ക് ചെയ്തതിലും ക്രമക്കേടുകൾ നടന്നു. കേന്ദ്ര നേതാക്കളുടെ യാത്രയ്ക്ക് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തതിലും ഫ്ലക്സ് ബോർഡുകൾ വെച്ചതിലും കൊടിതോരണങ്ങൾ നൽകിയതിലും സാമ്പത്തിക അഴിമതി നടത്തിയതായാണ് കണ്ടെത്തൽ. 18നോ 19നോ സംസ്ഥാന കോർ കമ്മിറ്റി യോഗം ചേർന്ന് കാര്യങ്ങൾ വിശദമാക്കണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നുമാണ് ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെടുന്നത്. അഴിമതിയിൽ BJP കേന്ദ്ര നേതൃത്വവും RSSും അതൃപ്തിയും അറിയിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഭീകരബന്ധമുള്ള കള്ളപ്പണ ഇടപാട് കേസിൽ രാജ്യത്ത് വിവിധയിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന. ഉത്തർപ്രദേശ് ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളായി 13 സ്ഥലങ്ങളിലാണ് EDയുടെ പരിശോധന നടന്നത്. ഭീകരവാദത്തിനുള്ള ധനസഹായം, അനധികൃത നുഴഞ്ഞുകയറ്റം, കള്ളപ്പണ ഇടപാട് ഇവയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസുകളിലാണ് നടപടി. ഉത്തർപ്രദേശ്, ഡൽഹി, ഹരിയാന, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ 13 കേന്ദ്രങ്ങളിലാണ് ED പരിശോധന നടത്തിയത്. നിരവധി ഡിജിറ്റൽ ഉപകരണങ്ങളും രേഖകളും പിടിച്ചെടുത്തതായി ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു. 2024 ഉത്തർപ്രദേശ് ഭീകരവിരുദ്ധ സ്ക്വാഡ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. റോഹിംഗ്യ ബംഗ്ലാദേശി പൗരന്മാരെ അനധികൃതമായി ഇന്ത്യയിലേക്ക് എത്തിച്ച് രേഖകൾ തയ്യാറാക്കുന്ന സംഘത്തെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. അനധികൃത പണമിടപാട് കൂടി കണ്ടെത്തിയതോടെയാണ് ED കേസ് ഏറ്റെടുത്തത്. ചില ട്രസ്റ്റുകളും സ്ഥാപനങ്ങളും വിദേശ ഫണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾക്കായി ദുരുപയോഗം ചെയ്തതായി ഇതിനോടകം കണ്ടെത്തി. ഇത്തരം സ്ഥാപനങ്ങളുടെ ബാങ്ക് വിവരങ്ങൾ വിശദമായി പരിശോധിച്ചു. കേസിൽ കൂടുതൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള തുടർ നടപടികൾ ഉണ്ടാകും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. വ്യാജരേഖ ചമച്ച അവയവ കച്ചവടം നടത്തിയ കേസിൽ കൊച്ചി ലേക്ക് ഷോർ ആശുപത്രിക്കെതിരെ കൂടുതൽ തെളിവുകൾ പുറത്ത്. കേസിലെ മുഖ്യപ്രതി മുഹമ്മദ് നജീബിന്റെ കളട്രാസ് മെഡിക്കൽ ടൂറിസവുമായി VPS ലേക്ക് ഷോർ ഉണ്ടാക്കിയ കരാറിന്റെ രേഖകളാണ് ഇപ്പോൾ പുറത്തുവന്നത്. അവയവ കച്ചവടത്തിനായി പേഷ്യന്റ് ഫെസിലിറ്റേറ്റർ കരാർ തയ്യാറാക്കി കമ്മീഷൻ നൽകിയിരുന്നു. കേസിൽ ലേക്ക് ഷോർ ആശുപത്രിയിലെ കൂടുതൽ ഡോക്ടർമാരെ ED ചോദ്യം ചെയ്യാനുള്ള നീക്കമാണ്. അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് നൽകുന്ന കമ്മീഷൻ വ്യക്തമാക്കുന്നതാണ് പുറത്തുവന്ന കരാർ. 2025 ഒക്ടോബർ 17 മുതൽ പ്രാബല്യത്തിൽ വന്ന കരാർ അനുസരിച്ച് കരൾമാറ്റ ശസ്ത്രക്രിയ ആവശ്യമുള്ള രോഗിയെ എത്തിച്ചാൽ 1 ലക്ഷം രൂപയും വൃക്ക മാറ്റിവെക്കലിനുള്ള രോഗിക്കായി 50,000 രൂപയും കമ്മീഷനായി കൈമാറുമെന്നാണ് വ്യവസ്ഥ. അവയവക്കടത്ത് കേസിലെ മുഖ്യകണ്ണി മുഹമ്മദ് നജീബിന്റെ സ്ഥാപനമായ കല്ലട്രാസ് മെഡിക്കൽ ടൂറിസം പ്രൈവറ്റ് ലിമിറ്റഡ് 1ാം കക്ഷിയായും ലേക്ക് ഷോർ ആശുപത്രി 2ാം കക്ഷിയായും തയ്യാറാക്കിയതാണ് കരാർ. പേഷ്യന്റ് ഫെസിലിറ്റേറ്റർ കരാറിലുള്ളതിന്റെ പല മടങ്ങ് തുകയുടെ ഇടപാടുകളും കല്ലട്രാസും ലേക്ക് ഷോറും തമ്മിൽ നടന്നിട്ടുണ്ടെന്നാണ് EDക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അവയവദാതാവിനെയും സ്വീകർത്താവിനെയും എത്തിച്ച് ഓരോ തവണ ആശുപത്രിയിൽ നടത്തുന്ന പരിശോധനകൾക്ക് അവയവ കച്ചവട റാക്കറ്റുകൾക്കും കമ്മീഷൻ ലഭിച്ചിട്ടുണ്ട്. അവയവമാറ്റങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടതിന് പുറമെ മറ്റ് ഇൻപേഷ്യന്റ് ശസ്ത്രക്രിയാ കേസുകളിൽ ലേക്ക് ഷോർ ഈടാക്കുന്ന ആകെ ബില്ലിന്റെ 10% ഫെസിലിറ്റേഷൻ ഫീസ്. കല്ലട്രാസ് മെഡിക്കൽ ടൂറിസത്തിനായി മാനേജിംഗ് ഡയറക്ടറും ലേക്ക് ഷോർ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററിനായി ഹെൽത്ത് കെയർ പ്രൊമോഷൻ AGMുമാണ് കരാറുകൾ ഒപ്പുവച്ചിരിക്കുന്നത്. വ്യാജരേഖ ചമച്ചുള്ള അവയവ കച്ചവട കേസുമായി ബന്ധപ്പെട്ട് ലേക്ക് ഷോർ ആശുപത്രിയിലെ ഡോക്ടർമാരെയും മാനേജ്മെന്റ് പ്രതിനിധികളെയും ED ചോദ്യം ചെയ്യുന്നതിനിടെയാണ് ഇടപാടുകളുടെ കൂടുതൽ രേഖകളും പുറത്തുവരുന്നത്. കേസുമായി ബന്ധപ്പെട്ട് ലേക്ക് ഷോർ ആശുപത്രിയിൽ ED പരിശോധന നടത്തിയിരുന്നു. ലേക്ക് ഷോറിന് പുറമെ അവയവമാറ്റ ശസ്ത്രക്രിയകൾ നടത്തിയ കൊച്ചിയിലെ 3 ആശുപത്രികളിലും EDയുടെ പരിശോധനയുണ്ടായിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി. ജൂൺ 17 രൂപപ്പെട്ട US ഇറാൻ സമാധാന കരാർ അസാധുവെന്നും ഇറാൻ ജനത നടത്തുന്നത് അസ്തിത്വത്തിന്റെയും നിലനിൽപ്പിന്റെയും യുദ്ധമെന്നും സമാധാന ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ ഇറാൻ നേതാവ് മുഹമ്മദ് ബാഗർ ഗാലിബഫ് നിലവിലെ സാഹചര്യങ്ങളിൽ അമേരിക്കയുമായി തയ്യാറാക്കിയ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന കരാർ ഇല്ലാതായി എന്നാണ് മുഹമ്മദ് ഗാലിബഫ് നിലപാട് വ്യക്തമാക്കിയത്. സൈന്യത്തിന് സാഹചര്യമനുസരിച്ച് യുദ്ധം ചെയ്യാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗൾഫ് മേഖലകളിലെ അമേരിക്കൻ സൈന്യത്തിന്റെ അടിത്തറയിളക്കുമെന്ന മുന്നറിയിപ്പും ഇറാൻ ഭരണകൂടം നൽകുന്നുണ്ട്. എന്നാൽ സമാധാന കരാറിൽ ഉറച്ചു നിൽക്കാൻ അമേരിക്ക തീരുമാനിച്ചാൽ നയതന്ത്രപരമായ ഇടപഴകലിന് തയ്യാറാണെന്നും ഗാലിബഫ് വ്യക്തമാക്കുന്നു. അതിനിടെ തുടർച്ചയായ 5ാം ദിവസവും കനത്ത ആക്രമണം തുടരുകയാണ് അമേരിക്ക ഇറാനിൽ. ഇറാന്റെ പ്രാദേശിക സമയം ബുധനാഴ്ച വൈകിട്ട് 7 മണിയോടെ തുടങ്ങിയ ആക്രമണം
വ്യാഴാഴ്ച പുലർച്ചെ വരെ നീണ്ടു. ഇറാന്റെ കിഴക്കൻ കോസ്റ്റൽ മേഖലകളായ ബന്ദറബാസ്, ചബഹാർ, സിറിക്, കൊണാർക്ക്, റാസ്ക്, ഖുഷം ദ്വീപ് എന്നിവിടങ്ങളിൽ ശക്തമായ സ്ഫോടനങ്ങൾ ഉണ്ടായി. ഇറാൻ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിടുന്ന കണക്കുകൾ അനുസരിച്ച് 5 ദിവസമായി തുടരുന്ന ആക്രമണങ്ങളിൽ 35-ലേറെ പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, 300-ലേറെ പേർക്ക് പരിക്കുണ്ട്. ബുധനാഴ്ചത്തെ US ആക്രമണത്തിന് മറുപടിയായി ബഹ്റൈൻ, കുവൈറ്റ്, ജോർദാൻ രാജ്യങ്ങളിലെ US സൈനിക ക്യാമ്പുകൾ ലക്ഷ്യമിട്ട് കനത്ത വ്യോമാക്രമണമാണ് ഇറാൻ നടത്തിയത്. ഗൾഫിൽ സംഘർഷാവസ്ഥയെ തുടർന്ന് കൊച്ചിയിൽ നിന്ന് പുറപ്പെടേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകളിൽ മാറ്റമുണ്ട്. ഇന്ന് കൊച്ചിയിൽ നിന്ന് ദോഹയിലേക്ക് പോകേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം പുലർച്ചെ 2:30 പുറപ്പെടും. രാത്രി 10 പുറപ്പെടേണ്ട ബഹ്റൈൻ വിമാനത്തിന്റെ സമയം നാളെ രാവിലെ 8 മണിയാക്കി പുനഃക്രമീകരിച്ചിട്ടുണ്ട്. വിമാനങ്ങളുടെ സമയമാറ്റത്തെ തുടർന്ന് യാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് വിമാന കമ്പനി ഖേദം പ്രകടിപ്പിച്ചു. ലോകകപ്പ് ഫൈനലിൽ അർജന്റീന സ്പെയിൻ പോരാട്ടം. വാശിയേറിയ 2ാം സെമി പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് അർജന്റീന ഫൈനലിലെത്തി. കാൽപന്തിന്റെ ആവേശം വാനോളം ഉയർന്ന അറ്റ്ലാന്റ സ്റ്റേഡിയം അക്ഷരാർത്ഥത്തിൽ മിശിഹായുടെയും കൂട്ടരുടെയും ഉയർത്തെഴുന്നേൽപ്പിൽ അമ്പരന്നു. ഇംഗ്ലീഷ് പരീക്ഷ ജയിച്ച മെസ്സിയും കൂട്ടരും ഫൈനൽ പരീക്ഷയ്ക്ക് യോഗ്യത നേടി. അർജന്റീന ചരിത്രത്തിലേക്ക് ഒരു പടി കൂടി കടന്നു. പൊരുതി വീണ ഇംഗ്ലീഷ് പട കണ്ണീരോടെ മടങ്ങി. മുൻ മത്സരങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഫോർമാറ്റിൽ മാറ്റം വരുത്തിയാണ് ഇംഗ്ലീഷുകാരും അർജന്റീനയും ഏറ്റുമുട്ടിയത്. ഇരു ടീമുകളും പ്രതിരോധത്തിലൂന്നി കളിച്ച ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. എന്നാൽ 2ാം പകുതി തുടങ്ങി 10 മിനിറ്റിനുള്ളിൽ ആന്റണി ഗോർഡനിലൂടെ ഇംഗ്ലണ്ട് ലീഡ് നേടി. വലതുവിങ്ങിൽ നിന്നുള്ള മോർഗൻ റോജേഴ്സിന്റെ ക്രോസിലൂടെയാണ് ഗോർഡൻ അർജന്റീനയുടെ വല കുലുക്കിയത്. പിന്നീട് സ്ട്രൈക്കറായി കളിച്ച ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ഹാരി കെയ്ൻ അടക്കം ടീം പൂർണ്ണമായും പ്രതിരോധത്തിലേക്ക് ഇറങ്ങി. അതേസമയം ഒരു ഗോളിന് പിന്നിട്ട് നിന്ന അർജന്റീനയ്ക്ക് അപകടം മനസ്സിലായതോടെ ഇംഗ്ലീഷ് പോസ്റ്റിലേക്ക് ഇരച്ചു കയറി. അർജന്റീന മുന്നേറ്റം ശക്തമാക്കാൻ പകരക്കാരെ കളത്തിലുമിറക്കി. ഗോൺസാലസ്, റോഡ്രിഗോ ഡി ബോൾ, ലൗട്ടാറോ മാർട്ടിനസ്, ഗോൺസാലോ മൊണ്ടിയേൽ എന്നിവർ വന്നു. അതോടെ വിങ്ങുകളിലൂടെയുള്ള ആക്രമണങ്ങൾക്ക് മൂർച്ച കൂടി. മെസ്സിക്ക് കൃത്യമായി സ്പേസ് ലഭിച്ചതോടെ താരം നിറഞ്ഞു കളിച്ചു. അർജന്റീനയെ പോലെ ഇംഗ്ലണ്ടും പകരക്കാരെ കളത്തിലിറക്കി. എന്നാൽ പ്രതിരോധത്തിനായിരുന്നു കോച്ച് ടുഷേൽ ഊന്നൽ നൽകിയത്. ഒരു ഗോൾ ലീഡിൽ 90 മിനിറ്റ് പിടിച്ചു നിൽക്കാമെന്ന് കണക്കുകൂട്ടിയ ഇംഗ്ലീഷ് പടയ്ക്ക് തെറ്റി. അർജന്റീന ഉണർന്നു കളിച്ചതോടെ ഇംഗ്ലീഷ് പ്രതിരോധത്തിൽ വിള്ളലുണ്ടായി. പലപ്പോഴും ഇംഗ്ലണ്ടിന്റെ പോസ്റ്റിലേക്ക് വന്ന ഷോട്ടുകൾ ഗോൾ കീപ്പർ ജോർദാൻ പിക്ഫോർഡ് തട്ടിമാറ്റി. തുടർച്ചയായി അർജന്റീന ഇംഗ്ലീഷ് ഗോൾ മുഖം വിറപ്പിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ അധിക നേരം പിക്ഫോർഡിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. സമയം കടന്നു പോകുമ്പോഴും വാമോസ് ആരാധകരുടെ നെഞ്ചെടുപ്പ് കൂടി. അർജന്റീന തോൽക്കുമെന്ന് കരുതിയ നിമിഷങ്ങൾ. എന്നാൽ 85-ാം മിനിറ്റിൽ മെസ്സി ഒരുക്കിയ പാസിൽ നിന്നും എൻസോ ഫെർണാണ്ടസ് വലകുലുക്കിയതോടെ അറ്റ്ലാന്റ സ്റ്റേഡിയം കത്തിപ്പടർന്നു. സ്കോർ 1-1. ഗോൾ നേടിയതിന് പിന്നാലെയും അർജന്റീന ആക്രമണം കൂടുതൽ ശക്തമാക്കി. ഇഞ്ചറി ടൈമിൻ്റെ 2ാം മിനിറ്റിൽ മെസ്സിയുടെ ക്രോസിന് തലവെച്ച് ലൗട്ടാരോ മാർട്ടിനസ് വിജയ ഗോളും കുറിച്ചു. പ്രതീക്ഷിക്കാത്ത മുന്നേറ്റമായിരുന്നു മെസ്സിയും ടീമിൻ്റേതും. അങ്ങനെ ഫൈനലിലെത്തിയ അർജന്റീന സ്പെയിനുമായി ഏറ്റുമുട്ടും. തുടർച്ചയായി 2ാം തവണയാണ് അർജന്റീന ലോകകപ്പിൻ്റെ ഫൈനലിൽ എത്തുന്നത്. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. സ്വന്തമായി ഗോൾ അടിച്ചില്ല, പക്ഷേ കലാശക്കളിയിലേക്ക് നീലപ്പട കയറിയത് അയാളുടെ ആ മാന്ത്രിക കാലുകളുടെ ശക്തിയിലാണ്. മെസ്സി, ആ പേരിലാണ് അർജന്റീനയുടെ കനവും കളിമികവും ഒക്കെയുള്ളത്. ഇനി ഫൈനൽ പോരിൽ സ്പെയിൻ കരുതിയിരിക്കണം, കാരണം അയാൾ രണ്ടും കൽപ്പിച്ചു തന്നെയാണ്. ഈ ലോകകപ്പിന്റെ പാതി വഴിയിൽ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു. നിങ്ങൾക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ മന്ത്രവാദികൾ വേണ്ടിവരും. പക്ഷേ അവർക്ക് സ്വന്തമായി ലയണൽ മെസ്സി എന്ന മാന്ത്രികനുണ്ട്. ഗോളടിക്കുന്നതിൽ നിന്നേ നിങ്ങൾക്ക് അയാളെ തടയാനാകൂ. കളിമെനയാനും കളിപ്പിക്കാനും അയാളോളം കരുത്ത് പുതിയ പുൽമൈതാനങ്ങളിൽ ആർക്കുമില്ല. മെസ്സി ഗോളടിക്കുന്നത് തടഞ്ഞാൽ കളി വരുതിയിലാക്കാം. കഴിഞ്ഞ 3 കളികളിൽ എതിർ ടീമിന്റെ പരിശീലകർ ആദ്യ പകുതിയിൽ വിജയിച്ച തന്ത്രം. പക്ഷേ അയാളുടെ ജാലവിദ്യകളുടെ മന്ത്രധ്വനികൾ അക്ഷയപാത്രം പോലെയാണ്. മൈതാനങ്ങളിൽ അത് മന്ത്രിച്ചുകൊണ്ടേയിരിക്കും. തോറ്റുവന്ന് എഴുതിത്തള്ളിക്കഴിഞ്ഞും അവസാന ശ്വാസം വരെയും അയാൾ പൊരുതും. ആവനാഴിയിലെ അമ്പുകൾക്ക് ഏറ്റവും മൂർച്ച കൂടുക ഒടുവിലാണ്. എത്ര മതിൽ കെട്ടിയാലും അമ്പുകൾ ലക്ഷ്യസ്ഥാനത്തെത്തും, പഴയതിനേക്കാൾ മൂർച്ചയോടെ. അതുണ്ടാക്കുന്ന മുറിവുകൾ ഉണങ്ങാൻ വർഷങ്ങൾ കാത്തിരിക്കണം. അപ്പോഴും അയാളെ പരാജയപ്പെടുത്താനാകില്ല. നിങ്ങൾ മെച്ചപ്പെടുമ്പോഴേക്കും അയാൾ നിങ്ങൾക്ക് മുകളിൽ പുതിയ കൊട്ടാരം പണിതിട്ടുണ്ടാകും. അതിലയാൾ രാജാവിനെ പോലെ വാഴും. ലയണൽ മെസ്സി. ഇതുവരെയുള്ള അർജന്റീനയുടെ കളികളിൽ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ഏഞ്ചൽ ഡി മരിയ എന്ന മാലാഖയുടെ.
ഇംഗ്ലണ്ടിനെതിരെ മെസ്സിയുടെ മുഖത്തും കാലിലും കണ്ടത് ഡിമരിയയാണ്. ജയിക്കാനും ജയിപ്പിക്കാനും അയാൾ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെയെല്ലാം ചരിത്രമാകും. മെക്കാലിസ്റ്റർ തൊടുത്ത ഷോട്ട് പോസ്റ്റിലടിച്ച് തിരികെ വരുമ്പോൾ മെസ്സി ഒഴികെ എല്ലാവരും ഞെട്ടി. പക്ഷേ അയാൾ വളരെ ഭംഗിയായി ആ പന്ത് വീണ്ടെടുത്ത് മാരിവില്ലഴകോടെ പോസ്റ്റിലേക്ക് തൊടുത്തുവിട്ടു. ഇംഗ്ലീഷുകാരുടെ വലകുലുക്കി ലൗട്ടാറയുടെ അളന്നു മുറിച്ചുള്ള ഹെഡർ. ഒരുപക്ഷെ ദൈവിക സ്പർശം ഉണ്ടായിരുന്നിരിക്കണം ആ പന്തിൽ, അല്ലെങ്കിൽ അതിനുള്ളിലെ കാറ്റിലത്രയും അയാളുടെ ശ്വാസമായിരുന്നിരിക്കണം. ഇനി ഒരു താക്കോൽ കൂടി അയാളുടെ കൈവശമുണ്ട്. അതുപയോഗിച്ച് സ്പാനിഷ് പൂട്ടും അയാൾ പൊളിക്കുമെന്ന് ലോകം കരുതുന്നു. അങ്ങനെ സംഭവിച്ചാൽ പുതിയ ഇതിഹാസം എഴുതപ്പെടും. അതിന്റെ പുറംചട്ടയിൽ മിശിഹയായി അയാൾ വാഴ്ത്തപ്പെടും. KK പ്രശാന്ത്, അമൃത ന്യൂസ്. പ്രിയപ്പെട്ട ടീം ഫൈനൽ കയറിയതിന്റെ സന്തോഷത്തിലാണ് അർജന്റീന ആരാധകർ. മലബാറിലും കൊച്ചിയിലും തിരുവനന്തപുരത്തും ആവേശത്തോടെയാണ് നിരവധി പേർ ബിഗ് സ്ക്രീനിൽ മത്സരം കാണാനെത്തിയത്. കാൽപന്തിനെ മറ്റൊരു മതമായി ആരാധിക്കുന്ന മലപ്പുറത്തെ ഫുട്ബോൾ പ്രേമികൾ അർജന്റീനയുടെ വിജയത്തിനായുള്ള പ്രാർത്ഥനയിലുമായിരുന്നു. വേൾഡ് കപ്പ് മൈതാനത്തെ ഫുട്ബോളിന്റെ താളങ്ങൾക്കൊപ്പം ആവേശത്തോടെയായിരുന്നു ആരാധകരും. അർജന്റീനയുടെ വിജയത്തിൽ ആ സന്തോഷവും പങ്കുവച്ചു. പഴയ അർജന്റീനയല്ല, ചാമ്പ്യൻ ടീമിന്റെ മെന്റാലിറ്റി ഉള്ള ഒരു അർജന്റീനയാണ് ഇപ്പോൾ ഉള്ളത്. ഈ വേൾഡ് കപ്പ് നിങ്ങൾ എല്ലാം ശ്രദ്ധിച്ചാൽ മതി. പണ്ട് പറഞ്ഞാൽ ഒരു ഗോൾ കൊണ്ടാൽ ആ ടീം ഡൗൺ ആയി പോകുന്നതാണ്. ഇതൊരു ഗോൾ കൊണ്ടാൽ പൂർവാധിക ശക്തിയോടെ തിരിച്ചടിച്ച് 2 മിനിറ്റ് മതി 2 ഗോൾ അടിക്കാൻ. മെസ്സി അല്ലെങ്കിൽ അർജന്റീന എന്ന മുദ്രാവാക്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഈ മലപ്പുറത്തിന് മുന്നിൽ പുലർച്ചെയും ഉയർന്നു കേൾക്കുന്നത്. എല്ലാർത്ഥത്തിലും ഇനി ലോകകപ്പ് നേടും വരെ ഇവർ ഈ ആഘോഷം ഉണ്ടാകും. മെസ്സിയും കൂട്ടരും ഫൈനലിലേക്ക് എത്തിയതിന്റെ ആവേശത്തിലാണ് കൊച്ചിയിൽ നിന്നുള്ള ആരാധകരും. സ്പെയിനെ തോൽപ്പിച്ച് കപ്പ് ഉയർത്തുമെന്നാണ് അവർ പറയുന്നതും. ടെൻഷൻ ഉണ്ടായിരുന്നോ? പിന്നെ ടെൻഷൻ. ലാസ്റ്റ് 10 മിനിറ്റ് ജയിച്ചു, അത്രേ ഉള്ളൂ പറയാൻ. കപ്പ് തൂക്കോ, നമ്മൾ തൂക്കിയിരിക്കും. കപ്പ് തൂക്കിയിരിക്കും. ആവേശം അതിരുകളില്ലാതെ തന്നെയാണ്. കാരണം അത്രയധികം ടെൻഷൻ അടിച്ചാണ്, അല്ലെങ്കിൽ സമ്മർദ്ദമൊട്ടോടുകൂടി തന്നെയാണ് ഓരോ അർജന്റീന ആരാധകരും ഈ കളികൾ കണ്ടത്. തുടക്കം മുതൽ 85-ാം മിനിറ്റിലെ ആദ്യ ഗോൾ വരെ ആരാധകരെ സമ്മർദ്ദത്തിലാക്കിയ മെസ്സിയും ടീമും എക്സ്ട്രാ ടൈമിൽ വിജയ ഗോൾ നേടിയതോടെ തിരുവനന്തപുരത്തെ ആരാധകരും ആവേശത്തിലായി. ഫൈനലും അർജന്റീന നേടുന്ന ആത്മവിശ്വാസത്തിലുമാണ് ഇവർ. സ്കലോണി എന്ന മാന്ത്രികൻ, മെസ്സി എന്ന ആത്മാവ്, ഇത് രണ്ടും അർജന്റീനയുടെ വിജയത്തിൽ ഏറ്റവും നിർണായകമാണ്. കളം നിറഞ്ഞ് കളിക്കുക എന്നത് എന്താണെന്ന് മെസ്സി ഇന്ന് കാണിച്ചു തന്നു. ഫൈനലിലും കപ്പടിക്കും, അത് തന്നെയാണ് അവർ പറയുന്നത്. കാരണം ഒരിടത്തും തോൽവി എന്തെന്നറിയാതെ വന്ന ടീമാണ് അർജന്റീന. ആ അർജന്റീന സ്പെയിനുമായുള്ള മത്സരത്തിൽ അതുപോലെ തന്നെ ഇനി വരുന്ന ഫൈനലിലും കപ്പടിക്കും എന്ന് തന്നെയാണ് അവർ പറയുന്നത്. മറ്റ് സ്പോർട്സ് വാർത്തകൾ കൂടി നോക്കാം. ഇന്ത്യ ഇംഗ്ലണ്ട് 2ാം ഏകദിനം തുടരുകയാണ്. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 233 റൺസിന് പുറത്തായി. 6 ഓവർ ബാക്കി നിൽക്കെയാണ് ഇന്ത്യ പുറത്തായത്. മറുപടി ബാറ്റിംഗിൽ ഇംഗ്ലണ്ട് 2 വിക്കറ്റ് നഷ്ടത്തിൽ 40 റൺസ് എന്ന നിലയിലാണ്.